കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർപ്പ വോളണ്ടിയർമാർക്ക് സ്നേക്ക് റെസ്ക്യൂ കിറ്റ് വിതരണം ചെയ്തു. കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനം വകുപ്പിന്റെ സർപ്പ വോളണ്ടിയർമാർക്ക് സ്നേക്ക് റെസ്ക്യൂ കിറ്റ് വിതരണ ചടങ്ങും സ്നേക്ക് ബോധവൽക്കരണവും പള്ളുരുത്തി കച്ചേരിപ്പടി പാർക്കിൽ നടന്നു. ചടങ്ങ് കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവ് VA ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. CCSന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ പരിപാടി മറ്റു ചടങ്ങിൽ നിന്ന് വ്യത്യസ്ത പരിപാടിയാണ്. വർത്തമാനകാലത്തെ നിരന്തരം പത്രദൃശ്യ മാധ്യമങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് പാമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതിനെ പിടിക്കാൻ വനം വകുപ്പിന്റെ കീഴിലുള്ള സർപ്പ വോളണ്ടിയർമാർക്കുള്ള ഉപകരണങ്ങൾ നൽകുന്നത് വലിയ മാതൃകയാണെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് VA ശ്രീജിത്ത് പറഞ്ഞു. CCSന്റെ പ്രസിഡന്റ് സലീം ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. പൊതുജനങ്ങൾക്കായി സർപ്പ ബോധവൽക്കരണം എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി സെഷൻ ഫോറസ്റ്റ് ഓഫീസർ മുഹമ്മദ് ഷമീം, സർപ്പ എറണാകുളം ജില്ലാ ഫെസിലിറ്റർ ശ്രീനിവാസ് P. കമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ആശംസകൾ നേർന്നുകൊണ്ട് കൊച്ചി നഗരസഭാ കൗൺസിലർ റാഷിദ ഹുസൈൻ, CCS സെക്രട്ടറി ഷംസു യാക്കൂബ്, CCS പ്രോഗ്രാം കോർഡിനേറ്റർ രാജീവ് പള്ളുരുത്തി, CCS രക്തബന്ധു കോർഡിനേറ്റർ അനീഷ് കൊച്ചി, ജീവകാരുണ്യ പ്രവർത്തക സുബൈബത്ത് ബീഗം, CT താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. അഷ്റഫ് ഷമീം ആന്റണി പള്ളുരുത്തിയുടെ നേതൃത്വത്തിലുള്ള കരോക്കെ ഗാനമേളയും ഉണ്ടായിരുന്നു. ജീവകാരുണ്യ മേഖലയിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ രക്തദാന മേഖലയിലൊക്കെ വളരെ സുഗഹമായ സേവനം അനുഷ്ഠിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിൽ പാമ്പുകളുടെ ശല്യം വല്ലാതെ കൂടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ അനീഷ് കൊച്ചി, നമ്മുടെ ബ്ലഡ് കോർഡിനേറ്റർ രാജീവ് പറഞ്ഞ മാതിരി അനീഷ് കൊച്ചി ഇപ്പോഴുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ലൈസൻസ് ഉള്ള സർപ്പ വോളണ്ടിയറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇവിടെ പാമ്പ് പിടിക്കാൻ പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനൊരു പരിമിതി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടക്കം നടക്കുമ്പോൾ തന്നെ പാമ്പിനെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ വഴി. അന്ന് ഇത് കോർപ്പറേഷൻ ഗ്രൗണ്ടല്ല, വേറെ പേരാണ്. അന്ന് പിന്നെ പരാതി പറയാനൊന്നും ആരുമില്ല. പാമ്പിനെ അങ്ങോട്ട് കണ്ടിട്ട് പോകല് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഓറ്. അതെ, മൊബൈൽ ഉണ്ടായില്ല, എടുത്ത് കൗൺസിലർക്ക് അയച്ചു കൊടുക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പാമ്പിനെ കണ്ടാൽ പേടിച്ച് എവിടെയുള്ളൂ. പിന്നെ ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഏറ്റവും നല്ല അഭിനന്ദനം അറിയിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നാണ് CCSന്റെ ആഗ്രഹം എന്ന് അറിയിച്ചായിരുന്നു. പക്ഷേ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരുപാട് അപേക്ഷകൾ പെൻഡിങ് ഉള്ളതുകൊണ്ട് അതിന് മുൻഗണന കൊടുക്കുന്നതുകൊണ്ട് തൽക്കാലം ഇത് ചെയ്യുകയാണ്. ഇനി ഒരു അവസരം വരികയാണെങ്കിൽ അത് ചെയ്യാമെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു എന്താ പറയുക, സമൂഹത്തിൽ ഇവർ ചെയ്യുന്ന ഒരു വലിയൊരു മഹത്തായ കർമ്മമായിട്ടാണ് കാണുന്നത്. ഈ പരിപാടിയിൽ ഈ വൈദ്യവേളയിൽ പരിപാടിയിൽ സന്നിധരായ വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.